ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വളരെ സ്പെഷ്യൽ രുചിയുള്ള ചെറി ഫ്ലവേഴ്സ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ചെറി ഫ്ലവറിന് വേണ്ടിയിട്ടുള്ള 1 കപ്പ് മൈദ നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചത് ഇട്ട് കൊടുക്കാം. പഞ്ചസാര പൊടിച്ച് തന്നെ ചേർക്കണം. ഈ കപ്പിൻ്റെ അളവില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ഏതെങ്കിലും ബൗൾ എടുത്തോളൂ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇല്ലെങ്കിൽ സോഡാപ്പൊടി ചേർത്താൽ മതി. പിന്നെ ഒരു 4 ടേബിൾ സ്പൂൺ മെൽറ്റ് ചെയ്തെടുത്ത ബട്ടർ ഇല്ലെങ്കിൽ മാത്രം നെയ്യ് ചേർത്തോളൂ. പിന്നെ 1/2 ടീസ്പൂൺ ഉപ്പ്. ഈ ഉപ്പ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ ഉപ്പ് മസ്റ്റായിട്ട് ചേർക്കുക. അതിൻ്റെ കാര്യം നിങ്ങൾ മറന്നു പോകരുത്. ഉപ്പ് ചേർത്തില്ലെങ്കിൽ ഇതിന് ഒട്ടും തന്നെ രുചി കാണത്തില്ല. ഇനി നമുക്ക് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴച്ചെടുക്കില്ലേ, അതുപോലെ ഒരു ഡോ തയ്യാറാക്കി എടുക്കണം. അപ്പോൾ നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി ആവശ്യത്തിന് ഞാൻ വെള്ളം ചേർത്തു. ഇനി നമുക്ക് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് നിങ്ങളുടെ ആ ഒരു രീതിക്കനുസരിച്ച് ചേർക്കുക. ഇനി നമുക്ക് കൈ കൊണ്ട് ഇതുപോലൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ നമുക്ക് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അപ്പോൾ 10 മിനിറ്റിന് ശേഷം നമുക്ക് നമ്മുടെ മൈദയുടെ ഡോ എടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഫ്ലവർ തയ്യാറാക്കാൻ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് എടുക്കുന്ന സമയത്ത് നമുക്ക് കയ്യിൽ ജസ്റ്റ് ഇത് ലൂസാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ചുകൂടി മൈദ ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യണം. എനിക്കിപ്പോൾ ഇതിങ്ങനെ തോന്നുന്നത് ലൂസായിട്ടാണ്. അപ്പോൾ ഇത് നമുക്ക് ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് കുറച്ചുകൂടെ ഞാൻ മൈദ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് കട്ടിയായി ഇരുന്നാലേ നമുക്ക് ആ കറക്റ്റ് പരുവം കിട്ടത്തുള്ളൂ. ഇതിപ്പോൾ കറക്റ്റായിട്ടുള്ളൊരു പരുവാണ്. ഒരുപാട് കട്ടിയാക്കണ്ട കേട്ടോ. നമ്മുടെ ചപ്പാത്തിക്കായിട്ടുള്ള ആ സെയിം മെത്തേഡ് തന്നെ നിങ്ങളിതിലും ഉപയോഗിച്ചാൽ മതി. ഇനി നമുക്ക് കുറച്ച് മൈദ ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. എന്നതിന് ശേഷം നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. കണ്ടോ, മറ്റേതാവുമ്പോൾ നമ്മൾ മൈദ ചേർക്കാതെ ഞാൻ ആ സ്റ്റിക്കി പരുവമായിരുന്നെങ്കിൽ ഇപ്പോൾ നമുക്ക് ഒട്ടിപ്പിടിച്ചേനെ. ഇതിപ്പോൾ കറക്റ്റായിട്ട് ആ പരുവം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത് പരത്തിയതിന് ശേഷം നമ്മൾ സമചതുരത്തിൽ ഇത് കട്ട് ചെയ്യണം. അത് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ കത്തി ഉപയോഗിച്ച് ഇതൊന്ന് സമചതുരമാക്കാം. ഇനി നമുക്ക് ഇതും ചെറിയ ചെറിയ സമചതുരങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കാം. ശരിക്കും ഞാൻ ഇതുണ്ടാക്കിയ സമയം ഞാൻ കരുതിയത് ഇത് കൊള്ളാമെങ്കിൽ മാത്രം നിങ്ങളെ കാണിക്കാം, അല്ലെങ്കിൽ ഞാനിത് നിങ്ങളെ കാണിക്കില്ല എന്നാണ് കരുതിയത്. പക്ഷേ ഇത് ചെയ്തപ്പോൾ ആ ടേസ്റ്റ് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. അത്ര ടേസ്റ്റി ആയിരുന്നു ഇത്. അപ്പോൾ ഇനി ചെയ്യേണ്ടത് നമ്മൾ ചെറി ഇതിൻ്റെ നടുക്ക് വെച്ചതിന് ശേഷം ഈ ചെറിയുടെ അടുത്ത് നിന്ന് നിങ്ങൾ കട്ട് ചെയ്യാൻ പാടില്ല. തുമ്പ് ചെറുതായിട്ട് കട്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ഈ ഇതളുകളൊക്കെ പ്രത്യേകമാവും. ഇനി നമുക്ക് ഓരോ തുമ്പും ചെറിയുടെ അടുത്ത് വച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ വളരെ ശ്രദ്ധിച്ച് നോക്കുക. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. കണ്ടോ, ഇതുപോലെ പ്രസ് ചെയ്തിട്ട് ഈ 2 ഭാഗവും ഒന്നാക്കുക. കണ്ടോ, ഇപ്പോൾ ഒരു ഇതള് പോലെയായി. അടുത്തതും അതുപോലെ ഒന്നാക്കുക. അടുത്ത ഭാഗവും അതുപോലെ ഒന്നാക്കുക. വീണ്ടും അടുത്ത ഭാഗം അതുപോലെ ഒന്നാക്കുക. അപ്പോൾ നമ്മുടെ ചെറി ഫ്ലവർ ഇവിടെ റെഡിയായി. കാണാൻ തന്നെ അടിപൊളിയല്ലേ? കാണാൻ മാത്രമല്ല, കഴിക്കാനും സൂപ്പറാണ്. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഓരോന്നിട്ട് മാത്രമേ ഫ്രൈ ചെയ്യാവൂ, അല്ലെങ്കിൽ ഇതങ്ങ് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ആവശ്യത്തിന് ഓയിൽ ചൂടാക്കിയെടുക്കാം. ഓയിൽ ചൂടാവുമ്പോൾ നമുക്ക് നമ്മുടെ ചെറിയുടെ ഫ്ലവർ ഓരോന്നിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ചെറി ഫ്ലവർ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ചെയ്യേണ്ടത് നിങ്ങൾ തീ മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റുക. തീ കൂട്ടുകയും വേണ്ട, ഏറ്റവും കുറച്ചും വെക്കേണ്ട. കാരണം ഇത് നന്നായിട്ട് വെന്ത് കിട്ടണ്ടേ. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് വെക്കുക. നിങ്ങൾ പേടിക്കേണ്ട, ഇതിൻ്റെ അകമൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്ത് കിട്ടും. മാത്രവുമല്ല നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. അപ്പോൾ നമ്മളിത് ഇങ്ങനെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് തോന്നും ഇത് തണുത്ത് കിടക്കുന്നത്. അത് കാര്യമാക്കണ്ട. ഒരു ഗോൾഡൻ നിറമാകുമ്പോൾ തന്നെ നിങ്ങളിത് തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ. വളരെ ശ്രദ്ധിച്ച് വേണം ഇത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്.
ഇതുപോലെ നല്ല രണ്ട് ഭാഗവും നല്ല ഗോൾഡൻ നിറമാകുമ്പോൾ നമുക്ക് എടുക്കാം. ഇത് നിങ്ങൾ കാണുമ്പോൾ ഇത് നിങ്ങൾക്ക് തോന്നും ഇത് തണുത്ത് കിടക്കുകയാണെന്ന്. അത് കാര്യമാക്കണ്ട. ഇത് നമ്മൾ പുറത്തെടുത്ത് വെക്കുമ്പോൾ ഇത് നല്ല ആ തണുക്കുന്ന സമയത്ത് ഇതങ്ങ് ക്രിസ്പി ആയി കിട്ടും. നല്ല ക്രിസ്പി ആവും. അത് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ഓരോന്ന് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. കണ്ടോ, ഇപ്പോൾ നമ്മൾ ഇട്ടപ്പോൾ തന്നെ ആ ഫ്ലവർ ഒന്ന് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. വളരെ ശ്രദ്ധിച്ച് വേണം ഇത് തിരിച്ചിട്ട് കൊടുക്കാൻ. ഈ ഫ്ലവർ ഒന്നും പൊട്ടിപ്പോകരുത്. അതാണ് ഞാൻ പറഞ്ഞത്, കത്തി വെച്ച് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ആ ചെറിയുടെ അടുത്ത് നിന്ന് ഒരിക്കലും കട്ട് ചെയ്യരുത്. തുമ്പ് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്താൽ മതി, നമുക്കിത് മടക്കാൻ വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചെറി ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പരീക്ഷണമായിരുന്നു. എന്തായാലും അത് സക്സസ് ആയി, വളരെ രുചികരമായി സക്സസ് ആയി. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളെല്ലാവരും ഒരു ലൈക്ക് അടിക്കാൻ മറക്കല്ലേ. തീർച്ചയായും എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. അതുപോലെ എൻ്റെ ചാനലിലെ വീഡിയോ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ ഇതുപോലുള്ള അടിപൊളി റെസിപ്പികൾക്കായി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.